ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചൈനയും ജപ്പാനും എന്ന് പറയപ്പെടുന്ന ഏഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെക്കുറിച്ചാണ്. മധ്യകാലഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണവ്യവസ്ഥകളുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു ചൈനയും ജപ്പാനും. മധ്യകാലത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരം പരിപൂർണമായിട്ടും ചക്രവർത്തിക്കായിരുന്നു. മാത്രമല്ല, തൻ്റെ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം നിയമിച്ചിരുന്നത്, അല്ലെങ്കിൽ ചക്രവർത്തി നിയമിച്ചിരുന്നത് വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ച് വിവിധ മത്സര പരീക്ഷകളിലൂടെയായിരുന്നു ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. വളരെയധികം മതസഹിഷ്ണുതയുള്ള ഭരണാധികാരികളായിരുന്നു ടാങ് ഭരണാധികാരികൾ. കച്ചവടത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു. ടാങ് രാജവംശത്തിന് ശേഷം സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ ചൈന ഭരിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ചൈനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്, ചൈനയിലെ വിവിധ രാജവംശങ്ങളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടാങ്, സോങ്, മിങ്, മഞ്ചു രാജവംശങ്ങൾ. ഈ മഞ്ചു രാജവംശത്തിൻ്റെ ഭരണശേഷം പിന്നീട് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക്കായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജപ്പാനെ കുറിച്ചാണ്. മധ്യകാല ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയാണ്. മാത്രമല്ല, ഇവിടെയുള്ള ചക്രവർത്തിമാർ ഷോഗണുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇവർ ജപ്പാനിലെ ഏറ്റവും വലിയ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു. ഭൂമിയുടെ നിയന്ത്രണം, അഥവാ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിലെ ഭൂമിയുടെ നിയന്ത്രണം കൈവശം വെച്ചിരുന്നത് ഷോഗണുകളായിരുന്നു. ടോക്കിയോ ഭരണകേന്ദ്രമായി വികസിച്ചത് ഷോഗണുകളുടെ കാലത്തായിരുന്നു.